ഹലോ ഗായ്സ്, എല്ലാവർക്കും പ്രാകൃതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് മഹാഭാരതത്തെ പറ്റിയിട്ടാണ്. മഹാഭാരതം എന്ന് പറയുന്നത് സംസ്കൃതത്തിലെ തന്നെ ഇതിഹാസങ്ങളിൽ ഒന്നാണ്. സംസ്കൃതത്തിൽ പൊതുവെ നമ്മൾ രണ്ട് ഇതിഹാസങ്ങളെ പറ്റിയിട്ടാണ് കൂടുതലും പറയാറുള്ളത്. അതിലൊന്ന് രാമായണമാണ്, മറ്റൊന്നാണ് മഹാഭാരതം. വേദവ്യാസനാണ് മഹാഭാരതത്തിൻ്റെ കർത്താവെന്ന് വിശ്വസിക്കുന്നു. ധർമ്മത്തിനും അധർമ്മത്തിനും തമ്മിലുള്ള യുദ്ധമാണ് മഹാഭാരതത്തിൻ്റെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. വ്യാസനെ നമ്മൾ പൊതുവെ കൃഷ്ണദ്വൈപായനൻ എന്നും മറ്റൊരു പേരും കൂടി പറഞ്ഞു കേൾക്കാറുണ്ട്. മഹാഭാരതം 18 പർവ്വങ്ങളിലായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. മഹാഭാരതത്തിനെ പഞ്ചമവേദം എന്നും പറയാറുണ്ട്. ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധമാണ്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവന്മാരായിട്ടുള്ള യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ തുടങ്ങിയവരും പിന്നെ കൗരവാദികളായിട്ടുള്ള ദുര്യോധനൻ, ദുശാസനൻ തുടങ്ങി ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരിയുടെയും 100 മക്കളും വരുന്നുണ്ട് കൗരവരായിട്ട്. പിന്നെ കൃഷ്ണനാണ് പ്രധാന കഥാപാത്രത്തിൽ വരുന്നത്. അർജുനൻ്റെ സാരഥിയായിട്ടും ഉപദേശകനൊക്കെ ആയിട്ടാണ്, ഒരു സുഹൃത്തായിട്ടാണ് കൃഷ്ണനെ ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത്. പിന്നെ ധർമ്മത്തിൻ്റെ പാലനം, അതുപോലെ തന്നെ സത്യം, അഹിംസ, ക്ഷമ, ദയ, ജീവൻ്റെ ഒക്കെ മൂല്യം, ഇത്രയും തത്വങ്ങളാണ് മഹാഭാരതത്തിൽ പറയുന്നത്. മഹാഭാരതത്തിൽ നമ്മൾ 18 പർവ്വങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ആദ്യ പർവ്വം, അതിലെ ഇവരുടെ കൗരവരുടെയും പാണ്ഡവരുടെയും ജനനം തുടങ്ങിയ വൃത്താന്തങ്ങളാണ് പറയുന്നത്. സഭാപർവത്തിൽ വെച്ചിട്ടാണ് ചൂതുകളിയും പാണ്ഡവർക്ക് രാജ്യം നഷ്ടപ്പെടലും ഒക്കെ സംഭവിക്കുന്നത്. പിന്നെ വനപർവത്തിലാണ് അവരുടെ വനവാസകാലം പറയുന്നത്. വിരാട പർവത്തിൽ വെച്ചിട്ടാണ് അവർക്ക് ഒരു കൊല്ലം അജ്ഞാതവാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് പറയുന്നത്. അതിലെ ഇപ്പോൾ ഈ പഞ്ചപാണ്ഡവന്മാർക്കും അതുപോലെ പാഞ്ചാലിക്കും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള നെയിംസ് ഒക്കെ വരുന്നുണ്ട്. വിരാട രാജ്യത്തായിരുന്നു ഇവർ ജീവിച്ചിരുന്നത് ആ സമയത്ത്. അടുത്തതാണ് ഉദ്യോഗപർവം. ഇതിലാണ് എന്ത് പറയുന്നത്, യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പും അതുപോലെ തന്നെ യുദ്ധം ഒഴിവാക്കാനായിട്ട് കൃഷ്ണൻ്റെ ഒരു സന്ധിനെയൊക്കെ പറ്റി സംസാരിക്കുന്നത്. പക്ഷേ കൃഷ്ണൻ പറയുന്ന അവരെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും യുദ്ധത്തിലേക്ക് തന്നെ തിരിയുകയും ചെയ്യുന്നു. ഭീഷ്മപർവത്തിൽ വെച്ചിട്ടാണ് യുദ്ധം ആരംഭിക്കുന്നത്. അവിടെ എന്താ പറയുക, ഭഗവത്ഗീത പറയുന്നതും ഭീഷ്മപർവത്തിൽ വെച്ചിട്ട് തന്നെയാണ്. പിന്നെ ദ്രോണപർവത്തിൽ വെച്ചിട്ടാണ് ദ്രോണാചാര്യരുടെ നേതൃത്വത്തിൽ ഉള്ള യുദ്ധം നടക്കുന്നത്. പിന്നെ കർണപർവത്തിൽ വെച്ചിട്ടാണ് കർണൻ്റെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുകയും കർണൻ വീരമൃത്യു വരിക്കുകയും ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ് ശല്യപർവം. ശല്യപർവത്തിൽ വെച്ചിട്ടാണ് ശല്യൻ്റെ നേതൃത്വത്തിൽ, അതായത് ശല്യരാജൻ്റെ നേതൃത്വത്തിൽ യുദ്ധം നടക്കുകയും യുദ്ധം ഇതോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നു. പാണ്ഡവരെ ജയിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ശല്യപർവത്തിൽ വെച്ചിട്ടാണ്. അടുത്തതാണ് സൗപ്തിക പർവം. ഈ സൗപ്തിക പർവത്തിൽ വെച്ചിട്ടാണ് ഇവിടെ അശ്വത്ഥാമാവിൻ്റെ ആക്രമണം വരുന്നത്. അതായത് ദ്രോണാചാര്യൻ്റെ മകനാണ് അശ്വത്ഥാമാവ്. ദ്രോണാചാര്യനെ കൊല്ലുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചതിച്ചിട്ടാണ്. അശ്വത്ഥാമാവ് മരിച്ചു പോയിട്ടെന്ന് പറഞ്ഞിട്ടാണ് ദ്രോണാചാര്യനോടെ കൊല്ലുന്നത്. അപ്പോൾ അതിന് തിരിച്ച് പ്രതികാരമായിട്ട് അശ്വത്ഥാമാവ് രാത്രി വന്നിട്ട് ആക്രമിക്കുന്നതാണ് ഈ ഒരു സൗപ്തിക പർവം എന്ന് പറയുന്നത്. അടുത്തതാണ് സ്ത്രീ പർവം. യുദ്ധത്തിന് ശേഷമുള്ള മരിച്ചുപോയ ഭർത്താക്കന്മാരെ ആലോചിച്ചുള്ള സ്ത്രീകളുടെ ഒക്കെ വിതുമ്പലാണ് സ്ത്രീ പർവത്തിൽ പറയുന്നത്. അടുത്തതാണ് ശാന്തി പർവം. അതിൽ സമാധാനം, അതുപോലെ തന്നെ പട്ടാഭിഷേകം, ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനം തുടങ്ങിയ വിഷയങ്ങളെയാണ് ശാന്തി പർവം പറയുന്നത്. അടുത്തതാണ് അനുശാസന പർവം. അനുശാസന പർവത്തിലാണ് ഭീഷ്മരുടെ അവസാനത്തെ ഉപദേശവും അതുപോലെ തന്നെ ഭീഷ്മരെ മരണവും വരുന്ന ഒരു ഭാഗം. അടുത്തതാണ് അശ്വമേധിക പർവം. അശ്വമേധിക പർവത്തിൽ വെച്ചിട്ടാണ് അശ്വമേധയാഗം യുധിഷ്ഠിരൻ നടത്തുന്നത്. ആശ്രമവാസിക പർവമാണ് അടുത്തത് വരുന്നത്. ആശ്രമവാസിക പർവ്വതത്തിൽ വെച്ചിട്ടാണ് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും യുധിഷ്ഠിരാദികളെല്ലാം കൂടിയിട്ട് സന്യാസം സ്വീകരിച്ചിട്ട് ആശ്രമത്തിലേക്ക് പോകുന്ന ഒരു ഭാഗമുള്ളത്.
അത് കഴിഞ്ഞിട്ടാണ് മൗസലപർവ്വം. മൗസലപർവ്വത്തിൽ വെച്ചിട്ടാണ് യാദവ കുലത്തിൻ്റെ നാശം പറയുന്നത്, ആ ഒരു യാദവ കുലത്തിൻ്റെ കഥ. പിന്നെ അടുത്തത് പറയുന്നതാണ് മഹാപ്രസ്ഥാന പർവ്വം. ഈ മഹാപ്രസ്ഥാന പർവ്വത്തിൽ വെച്ചിട്ടാണ് പാണ്ഡവന്മാരുടെ അവസാനത്തെ യാത്ര മെൻഷൻ ചെയ്യുന്നത്. അതായത് ഇവർ യുദ്ധമൊക്കെ ചെയ്തു, കുറേ പേരൊക്കെ മരിച്ചു, സമാധാനം ഇല്ലാതെയായി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചു. അപ്പം ഇനി അവസാനം എന്ന് പറഞ്ഞാൽ സ്വർഗാരോഹണമാണ്. അപ്പോൾ അവർ ഈ സ്വർഗത്തിലേക്ക് പോവുകയാണ് ഈ ജീവിതം മതിയാക്കിയിട്ട്. അതാണ് അവിടെ ഉള്ളത്. പിന്നെ അടുത്തതാണ് സ്വർഗാരോഹണ പർവ്വം. അവിടെ അവർ എല്ലാവരും കൂടിയിട്ട് അവിടെ എത്തുന്നു സ്വർഗത്തിൽ. ഇത്രയാണ് 18 പർവ്വങ്ങളുടെ കഥ എന്ന് പറയുന്നത്. ഈ മഹാഭാരതത്തിനെ 3 ഘട്ടങ്ങളിലൂടെ അത് കടന്നു പോയിട്ടുണ്ടെന്നാണ് പലരും ഒബ്സർവ് ചെയ്യുന്നത്. ആദ്യത്തെ ഇതിൻ്റെ ഘട്ടം എന്ന് പറയുന്നത് ജയമായിരുന്നു. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് 880 ശ്ലോകങ്ങളായിട്ടായിരുന്നു ഈ ഒരു ഭാഗത്ത് ഈ മഹാഭാരതത്തെ മെൻഷൻ ചെയ്യുന്നത്. ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കുരുക്ഷേത്ര യുദ്ധമാണ് വരുന്നത്. അടുത്തതാണ് ഇതിൻ്റെ ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള പേര് മാറ്റിയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ജയം എക്സ്പാൻഡായി ഭാരതമായിട്ട് മാറുന്നു. ഇവിടെ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഒപ്പം തന്നെ വംശകഥയും അതുപോലെ തന്നെ പല പഴയ കഥകളും നീതിവാക്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു 24,000 ശ്ലോകങ്ങളായിട്ടാണ് ഈ ഭാരതം പറയുന്നത്. അതിന് ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന 1,00,000-ലധികം ശ്ലോകങ്ങളൊക്കെയുള്ള മഹാഭാരതം ഉണ്ടായിട്ടുള്ളത്. ഇതിലെ ധർമാർത്ഥകാമ മോക്ഷങ്ങളുടെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും മഹാഭാരതം നമുക്ക് ബോധമുണ്ടാക്കുന്നത്. പിന്നെ മഹാഭാരതത്തിൽ നിന്ന് പ്രധാനമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുണ്ടായിട്ടുള്ള വർക്കുകളാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. ഭഗവത്ഗീത ഇത് എഴുതിയത് വ്യാസൻ തന്നെയാണ്. ഭീഷ്മപർവമാണ് ഭഗവത്ഗീതയുടെ പ്രധാനമായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ കർണഭാരമാണ്. ഇതിന് പ്രത്യേകിച്ച് ഏരിയ എന്ന് പറയാൻ പറ്റില്ല. ദ ഓൾറൗണ്ട് കർണൻ്റെ കഥയെല്ലാം പറയുന്ന ഒരു ഭാസൻ്റെ നാടകമാണ് കർണഭാരം എന്ന് പറയുന്നത്. ദൂതവാക്യം അതെ, ഊരുഭംഗും അതെ ഭാസനായിട്ട് എഴുതിയിട്ടുള്ളത് തന്നെയാണ്. ഊരുഭംഗത്തിൽ ദുര്യോധനനെ, വില്ലനായിട്ടുള്ള ദുര്യോധനനെ ഒരു ഹീറോയിക് മോഡിൽ അവതരിപ്പിക്കുന്ന ഒരു രസമുള്ള നാടകമാണ് ഊരുഭംഗം എന്ന് പറയുന്നത്. കൃഷ്ണൻ്റെ കഥയാണ് ദൂതവാക്യം എന്ന് പറയുന്നത്. കൃഷ്ണൻ ദൂതുമായിട്ട് പോകുന്ന ഒരു യുദ്ധം വേണ്ട സമാധാന ചർച്ചയ്ക്ക് പോകുന്ന ഒരു നാടകമാണ് ദൂതവാക്യം എന്ന് പറയുന്നത്. പിന്നെ പാഞ്ചാലി ചരിതമാണ്. അത് കേശവദാസൻ എഴുതിയിട്ടുള്ള ദ്രൗപദിയുടെ കഥയാണ്. പിന്നെ കിരാതാർജുനിയാണ്. അത് ഭാരവി എഴുതിയിട്ടുള്ള അർജുനനും ശിവനും തമ്മിലുള്ള എന്താ പറയുക ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് കിരാതാർജുനീയം എന്ന് പറയുന്നത്. ശിശുപാലവധം മാഘനാണ് അത് എഴുതിയിട്ടുള്ളത്. ശ്രീകൃഷ്ണനും ശിശുപാലനും തമ്മിലുള്ള യുദ്ധമാണ്. ശ്രീകൃഷ്ണൻ ശിശുപാലനെ വധിക്കുന്നത് അതിലാണ്. പിന്നെ വരുന്നതാണ് നളോപാഖ്യാനം ഓർ നളചരിതം. ഇത് ശ്രീഹർഷനാണ് എഴുതിയിട്ടുള്ളത്. അതായത് നൈഷധീയ ചരിതം എന്നാണ് പൊതുവെ പറയാറുള്ളത് നമ്മൾ. അതിലെ നളൻ്റെ ദമയന്തിയുടെയും കഥയാണ് വരുന്നത്. ഇത്രയാണ് നമുക്ക് മഹാഭാരതത്തെ പറ്റി പൊതുവായിട്ട് പറയാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും എല്ലാവരും നല്ല രീതിക്ക് എക്സാമിനൊക്കെ പ്രിപ്പയർ ആവുക കേട്ടോ.